ഹലോ ഗൈസ്, 1789 മുതൽ 2025 വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരും കാലയളവും അവരുടെ പ്രധാന നേട്ടങ്ങളും പോരായ്മകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജോർജ് വാഷിംഗ്ടൺ 1789 മുതൽ 1797 വരെ ജനാധിപത്യ സംവിധാനത്തിന് അടിത്തറയിട്ടു, അധികാര കൈമാറ്റത്തിന് മാതൃകയായി. പക്ഷേ അടിമത്തം നിലനിർത്തി. ജോൺ ആഡംസ് 1797 മുതൽ 1801 വരെ നാവികസേന ശക്തിപ്പെടുത്തി, ഫ്രാൻസുമായുള്ള യുദ്ധം ഒഴിവാക്കി. പക്ഷേ വാക്കുസ്വാതന്ത്ര്യം നിയന്ത്രിച്ച നിയമങ്ങൾ കൊണ്ടുവന്നു. തോമസ് ജെഫേഴ്സൺ 1801 മുതൽ 1809 വരെ ലൂയിസിയാന വാങ്ങി. വിസ്തീർണം ഇരട്ടിയാക്കി. പക്ഷേ അടിമത്തം പിന്തുണച്ചു. വ്യാപാര നിരോധനം സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചു. ജെയിംസ് മാഡിസൺ 1809 മുതൽ 1817 വരെ ഭരണഘടനയിലെ മുഖ്യനായകൻ 1812 യുദ്ധത്തിൽ നേതൃത്വം നൽകി. പക്ഷേ യുദ്ധം സമ്പദ്വ്യവസ്ഥ തകർത്തു, അടിമത്തം തുടർന്നു. ജെയിംസ് മോൺറോ 1817 മുതൽ 1825 വരെ മോൺറോ ഡോക്ട്രൈൻ കൊണ്ടുവന്നു. അമേരിക്കയിൽ വിദേശ ശക്തികൾ ഇടപെടരുത്, പക്ഷേ സ്വദേശികൾ കൂടുതലായി പുറത്താക്കപ്പെട്ടു. ജോൺ ക്വിൻസി ആഡംസ് 1825 മുതൽ 1829 വരെ അടിസ്ഥാന സൗകര്യ വികസനം, അടിമത്തത്തിനെതിരെ നിലപാടെടുത്തു. പക്ഷേ കോൺഗ്രസിൽ പിന്തുണ കിട്ടാതെ വലിയ നേട്ടങ്ങളൊന്നുമുണ്ടായില്ല. ആൻഡ്രൂ ജാക്സൺ 1829 മുതൽ 1837 വരെ സാധാരണ ജനങ്ങൾക്കുള്ള ജനാധിപത്യം വ്യാപിപ്പിച്ചു. പക്ഷേ ഇന്ത്യൻ റിമൂവൽ ആക്ട് കൊണ്ടുവന്നു. ട്രെയിൽ ഓഫ് ടിയേഴ്സ് അടിമത്തം ശക്തിപ്പെടുത്തി. മാർട്ടിൻ വാൻ ബ്യൂറൻ 1837 മുതൽ 1841 വരെ അടിമത്തം വ്യാപിപ്പിക്കുന്നത് എതിർത്തു. പക്ഷേ 1837 സാമ്പത്തിക തകർച്ച നേരിട്ടു. വില്യം ഹെൻറി ഹാരിസൺ 1841 പ്രചാരണ രീതിയിൽ പുതുമ കൊണ്ടുവന്നു. പക്ഷേ 31 ദിവസം കഴിഞ്ഞ് മരിച്ചു. അതിനാൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടായില്ല. ജോൺ ടൈലർ 1841 മുതൽ 1845 വരെ ടെക്സസ് കൂട്ടിച്ചേർത്തു. പക്ഷേ അടിമത്ത ചർച്ചകൾ കടുപ്പിച്ചു. ജെയിംസ് കെ പോൾക്ക് 1845 മുതൽ 1849 വരെ പസഫിക് തീരത്തേക്ക് വ്യാപിച്ചു. പക്ഷേ മെക്സിക്കൻ യുദ്ധം കാരണം അടിമത്തം വർദ്ധിച്ചു. സാജറി ടൈലർ 1849 മുതൽ 1850 വരെ അടിമത്ത വ്യാപനം എതിർത്തു. പക്ഷേ പെട്ടെന്ന് മരിച്ചു. മില്ലാർഡ് ഫിൽമോർ 1850 മുതൽ 1853 വരെ കോംപ്രമൈസ് ഓഫ് 1850 കൊണ്ടുവന്നു. പക്ഷേ ഫ്യൂജിറ്റീവ് സ്ലേവ് ആക്ട് അടിമത്തം കൂടുതൽ ശക്തമാക്കി. ഫ്രാങ്ക്ലിൻ പിയേഴ്സ് 1853 മുതൽ 1857 വരെ വ്യാപാരം വികസിപ്പിച്ചു. പക്ഷേ കാൻസസ് നെബ്രാസ്ക ആക്ട് ആഭ്യന്തര യുദ്ധത്തിന് വഴിയൊരുക്കി. ജെയിംസ് ബ്യൂക്കാനൻ 1857 മുതൽ 1861 വരെ വലിയ നേട്ടങ്ങളൊന്നുമില്ല. പക്ഷേ അടിമത്ത പ്രശ്നം മോശമാക്കി, ആഭ്യന്തര യുദ്ധം തടഞ്ഞില്ല. എബ്രഹാം ലിങ്കൺ 1861 മുതൽ 1865 വരെ അടിമത്തമില്ലാതാക്കി, യൂണിയൻ രക്ഷിച്ചു. പക്ഷേ ആഭ്യന്തര യുദ്ധത്തിൽ വലിയ മനുഷ്യനഷ്ടമുണ്ടായി. ആൻഡ്രൂ ജോൺസൺ 1865 മുതൽ 1869 വരെ തെക്കൻ സംസ്ഥാനങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്തു. പക്ഷേ കറുത്ത വർഗത്തിന്റെ അവകാശങ്ങൾ എതിർത്തു. ഗ്രാൻഡ് 1869 മുതൽ 1877 വരെ കൂ ക്ലക്സ് ക്ലാൻ അടിച്ചമർത്തി കറുത്തവർക്ക് അവകാശം നൽകി. പക്ഷേ ഭരണത്തിൽ വലിയ അഴിമതിയുണ്ടായി. റദർഫോർഡ് ബി ഹെയ്സ് 1877 മുതൽ 1881 വരെ സിവിൽ സർവീസ് പരിഷ്കാരം കൊണ്ടുവന്നു. പക്ഷേ പുനർനിർമ്മാണം അവസാനിപ്പിച്ചു, കറുത്തവരെ ഉപേക്ഷിച്ചു. ജെയിംസ് ഗാർഫീൽഡ് 1881 സിവിൽ സർവീസ് പരിഷ്കാരത്തിന് പിന്തുണ നൽകി. പക്ഷേ കൊല്ലപ്പെട്ടു. അതിനാൽ കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. ചെസ്റ്റർ ആർത്തർ 1881 മുതൽ 1885 വരെ പെൻഡിൽട്ടൺ ആക്ട് സിവിൽ സർവീസ് പരിഷ്കാരം കൊണ്ടുവന്നു. പക്ഷേ വർഗാവകാശങ്ങൾക്കായി ഒന്നും ചെയ്തില്ല. ഗ്രോവർ ക്ലീവ്ലൻഡ് 1885 മുതൽ 1889 വരെ അഴിമതി എതിർത്തു, ചെലവ് നിയന്ത്രിച്ചു. പക്ഷേ സാമ്പത്തിക മാന്ദ്യത്തിൽ പരാജയപ്പെട്ടു, സ്ത്രീയാവകാശങ്ങളെ എതിർത്തു. ബെഞ്ചമിൻ ഹാരിസൺ 1889 മുതൽ 1893 വരെ നാവികസേന ശക്തിപ്പെടുത്തി. പക്ഷേ ഉയർന്ന ഇറക്കുമതി നികുതി കൊണ്ടുവന്നു.